നിന്നും തള്ളിയിട്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പെൺകുട്ടിക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി കമലേഷ് ചേരുകയാണ്. കമലേഷ്, നിലവിൽ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, നിലവിൽ ഈ യുവതിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ ലഭിക്കുന്ന വിവരം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇത്തരത്തിലൊരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് അല്പസമയത്തിനകം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മാധ്യമങ്ങളെ കാണുമെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ കൃത്യമായി ഈ യുവതിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു അപ്ഡേറ്റ് അദ്ദേഹം നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന അറിയിപ്പാണ് അല്പസമയം മുൻപ് വരെയും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഇത് സംബന്ധിച്ച് ഒടുവിലത്തെ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുക. ഏതായാലും ഈ പ്രതി ഇപ്പോൾ നിലവിൽ തമ്പാനൂർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനു മുൻപ് അല്പസമയത്തിനകം ഒരു 6 മണിയോടുകൂടി ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നതാണ് ഒരു വിവരം. അതിനുശേഷം ജഡ്ജിയുടെ ചേംബറിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ജഡ്ജിയുടെ വസതിയിൽ കൊണ്ടുപോയിട്ടായിരിക്കും റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ ഈ യുവതിക്ക് ഉറപ്പാക്കണമെന്ന് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി, ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരമായി തുടരുന്ന യുവതിയുടെ ചികിത്സ സംബന്ധിച്ചുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് മെഡിക്കൽ സൂപ്രണ്ടിന് നൽകിയിരിക്കുന്നത്. നിലവിൽ ഇങ്ങോട്ട് കൃത്യം ചെയ്ത പ്രതി തമ്പാനൂർ റെയിൽവേ പോലീസിന്റെ കൈകളിലാണ്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് തേടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കമലേഷാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.